ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബി കോർപ്പ് ദി ട്രേഡിംഗ് യൂണിവേഴ്സിറ്റി. ഞങ്ങൾക്കറിയാം നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു വീഡിയോ കോഴ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കുറപ്പാണ് നിങ്ങൾ ഈ വീഡിയോ കോഴ്സ് കണ്ടതിന് ശേഷം ഈ കോഴ്സിൽ പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു കോഴ്സിൻ്റെ ഔട്ട്ലൈനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, എന്താണ് ട്രേഡിംഗ് എന്നും എന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡിംഗ് ചെയ്യേണ്ടതെന്നുമുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഈ ഒരു കോഴ്സ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ലോങ് ടേം അനാലിസിസും അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസും, ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ഈ കോഴ്സ് വഴി കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് റിസ്ക് മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് നിങ്ങളുടെ റിസ്കുകൾ മാനേജ് ചെയ്യേണ്ടത്, നിങ്ങൾ എത്ര രൂപയാണ് ട്രേഡ് ചെയ്യുമ്പോൾ റിസ്ക് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഒരു ഗൈഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഫൈനലായി നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി പഠിപ്പിച്ചു തരുന്നതായിരിക്കും. വളരെ വർക്കിങ്ങും വളരെ എഫക്റ്റീവുമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കും അത്. ഇത് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഫോറക്സിലും ക്രിപ്റ്റോ കറൻസിയിലും ട്രേഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആവാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ക്രിപ്റ്റോ മാർക്കറ്റ്. ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം 6.6 ട്രില്യൺ അല്ലെങ്കിൽ 7 ട്രില്യൺ 7 ലക്ഷം കോടി ഡോളറിൻ്റെ കച്ചവടം നടക്കുന്ന മാർക്കറ്റിനെയാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് വേൾഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് 3.3 ട്രില്യൺ ഡോളേഴ്സാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതായത് 3.3 ലക്ഷം കോടി ഡോളർ. സ്റ്റോക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുന്നത് വളരെ പുതിയൊരു മാർക്കറ്റാണ്. ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഡേ ട്രേഡ് ചെയ്യപ്പെടുന്നത് 1.1 ട്രില്യൺ US ആണ്. സോ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റിൻ്റെ ഒരു പൊട്ടൻഷ്യലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനി ആദ്യമായി തന്നെ എന്താണ് ഒരു ഫോറക്സ് മാർക്കറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ താഴെ കാണിച്ചിരിക്കുന്ന ഇമേജുകൾ അല്ലെങ്കിൽ ലോഗോ അല്ലെങ്കിൽ എംബ്ലം നിങ്ങൾ നേരത്തെ കണ്ടു കാണും. യൂറോ, ജാപ്പാനീസ് യുവാൻ, ഡോളർ, റുപ്പീസ്, പൗണ്ട്. ഇത് കംപ്ലീറ്റ് മറ്റ് രാജ്യത്തിൻ്റെ കറൻസികളാണ്. ഈ കറൻസീസൊക്കെ നമുക്ക് ട്രേഡ് ചെയ്ത് ഒരു വരുമാനം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഫോറക്സ് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 24 മണിക്കൂറും 5 ദിവസവും ഈ മാർക്കറ്റ് ആക്റ്റീവ് ആയിരിക്കും. സാറ്റർഡേ, സൺഡേ ദിവസങ്ങളിൽ ഈ ഒരു മാർക്കറ്റ് ഓഫ് ആയിരിക്കും. ഇനി എന്താണ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ അസറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗോൾഡ്, സിൽവർ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ അസറ്റ് ആണെങ്കിൽ ഡിജിറ്റലി നമുക്ക് അസറ്റ് വാങ്ങാൻ പറ്റുന്ന കുറച്ച് ക്രിപ്റ്റോ കറൻസീസ് ആണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ബിറ്റ്കോയിൻ, എത്തേറിയം, XRP തുടങ്ങിയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ്. ഇതൊരു ഓൾട്ടർനേറ്റീവ് പെർമനന്റ് മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്തും വലിയൊരു വരുമാനം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കോഴ്സിൽ എങ്ങനെയാണ് വെയിൽസിൻ്റെ, അതായത് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ വാലറ്റുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞ് ഏറ്റവും ബെറ്റർ ടോക്കൺ കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഏതാണ് ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും അനുയോജ്യമായ മാർക്കറ്റാണ് ക്രിപ്റ്റോ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ ചെയ്ത് ലോങ് ടേമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതൊരു പാസീവ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്റ്റീവ് ഇൻകം ആയിട്ട് ലഭിക്കുന്നത് ഫോറക്സ് മാർക്കറ്റ് വഴിയായിരിക്കും. കാരണം ട്രേഡിങ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫോറക്സ് മാർക്കറ്റാണ്. ഇനി എന്തുകൊണ്ടാണ് ഫോറക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6.6 ട്രില്യൺ ഡോളേഴ്സാണ് ഒരു ദിവസം ട്രേഡ് ചെയ്യപ്പെടുന്നത്. 24 മണിക്കൂറും 5 ദിവസവും മാർക്കറ്റ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ലോങ് ബൈയും ഷോർട്ട് സെല്ലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ലീവറേജ് നമ്മുടെ ബ്രോക്കേഴ്സ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തരുന്നതായിരിക്കും. ഇനി കറൻസി പെയറുകളെ കുറിച്ച് പരിചയപ്പെടാം. പ്രധാനമായും 3 കറൻസി പെയറാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്നെന്ന് പറയുന്നത് മേജർ കറൻസി പെയർസ്, 2 മൈനർ കറൻസി പെയർസ് ആൻഡ് എക്സോട്ടിക് പെയർസ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യാൻ പോകുന്ന പെയറാണ് മേജർ പെയർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ
ബൈയിങ്ങും സെല്ലിങ്ങും അല്ലെങ്കിൽ വോളിയം നടക്കുന്ന മാർക്കറ്റിനെയാണ് മേജർ പെയർ എന്ന് പറയുന്നത്. മൈനർ പെയറിലും വോളിയം ഉണ്ടാവുമെങ്കിലും മേജർ പെയർസിൻ്റെ അത്രയുള്ളൊരു വോളിയം നമുക്ക് മൈനറിലും എക്സോട്ടിക്കിലും കാണാൻ സാധിക്കില്ല. ഈ ഒരു പെയർസിൻ്റെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. യൂറോ USD, GBP USD, AUD USD. ഇതിലെല്ലാം തന്നെ യുണീക്കായിട്ട് ഒരു കറൻസി നമുക്ക് കാണാൻ പറ്റും, അതായത് US ഡോളർ. US ഡോളർ കണക്ട് ചെയ്തിരിക്കുന്ന പെയർസ് എല്ലാം മേജർ പെയറായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു. ഇനി എന്താണ് ഒരു ബേസ് കറൻസി അല്ലെങ്കിൽ കോട്ട് കറൻസി? നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടു യൂറോ USD, AUD USD തുടങ്ങിയിട്ടുള്ള കറൻസീസിൻ്റെ കൂടെ എല്ലാം ഡോളർ വരുന്നത് നിങ്ങൾ കണ്ടു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കിടക്കുന്ന കറൻസി അല്ലെങ്കിൽ ആദ്യം കാണാൻ പറ്റുന്ന കറൻസി നമ്മൾ ബേസ് കറൻസി എന്നും രണ്ടാമത് കിടക്കുന്ന കറൻസി നമ്മൾ കോട്ട് കറൻസി എന്നും പറയുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എ അല്ലെങ്കിൽ മിസ്റ്റർ ബി. മിസ്റ്റർ എ പറയുന്നു എനിക്ക് ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ മിസ്റ്റർ എ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്യൻ ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹം പിൻവലിച്ചതിന് ശേഷം ഡോളേഴ്സിൽ നിക്ഷേപിക്കുന്നു, അതായത് അമേരിക്കൻ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു. അപ്പോൾ എന്താ സാധാരണ സംഭവിക്കുക? ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂറോ താഴെ പോകുന്നു, ഡോളർ മുകളിൽ കയറുന്നു. അതേപോലെ തന്നെ മിസ്റ്റർ ബി അദ്ദേഹം പറയുകയാണ് എനിക്ക് യൂറോയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം ഡയറക്റ്റ്ലി പോയി US ഡോളേഴ്സ് അമേരിക്കൻ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് യൂറോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും യൂറോയുടെ പ്രൈസും കുതിച്ചുയരുന്നു, ഡോളർ താഴെ പോകുന്നു. ഈ പറയുന്ന രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് ഫോറക്സ് മാർക്കറ്റ് വഴി പൈസ സമ്പാദിക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ദി ഫാക്ട് ഈസ് ദാറ്റ് ദി പ്രൈമറി കറൻസി ഈസ് കോൾഡ് ദി ബേസ് കറൻസി ആൻഡ് ദി സെക്കൻഡറി കറൻസി ഈസ് കോൾഡ് ദി കോട്ട് കറൻസി. ഇനി എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ്? നിങ്ങളൊരു ലോങ് ടേം ഹോൾഡറാണ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്ററാണ്. നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ കമ്മോഡിറ്റീസിലോ, കമ്മോഡിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ തുടങ്ങിയിട്ടുള്ള കമ്മോഡിറ്റീസിലോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റോക്കിൻ്റെ ലോങ് ടേമോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ ലോങ് ടേമോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കറൻസിയുടെ ഫണ്ടമെൻ്റൽ സ്ട്രെങ്ത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് നിങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് പൈസ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ലോങ് ടേം ട്രേഡേഴ്സ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ് കാൻഡിൽ സ്റ്റിക്കുകൾ വെച്ചും പാറ്റേൺസ് വെച്ചും പ്രൈസ് ആക്ഷൻ വെച്ചും സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് ഒക്കെ വെച്ചും ചെയ്തു വരുന്നു. ഇനി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഒരു $10,000 ട്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും റിസ്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 1% റിസ്ക് ചെയ്യുക എന്നുള്ളതാണ്. 1% റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്കൊരു $100 മാത്രമേ അവിടെ ലോസ് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ പേഴ്സണലി എൻ്റെ കയ്യിൽ ഒരു $1000 ട്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാനൊരു 10% ഒരു ട്രേഡിന് ഞാൻ റിസ്ക് ചെയ്യുന്നത്. കാരണം എൻ്റെ റിസ്കിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 10% ആണ്. ഇൻ കേസ് എനിക്ക് ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാലും ബാക്കി 9 ട്രേഡ് എടുക്കാനുള്ള ഒരു എമൗണ്ട് എൻ്റെ കയ്യിലുണ്ടാവും. അതുപോലെ നിങ്ങളുടെ റിസ്കിങ് കപ്പാസിറ്റി വെച്ച് നിങ്ങൾ എത്ര രൂപ റിസ്ക് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഏറ്റവും റിസ്ക് ഫ്രീ എന്ന് പറയുന്നത് 1% to 5% വരെയാണ്. അടുത്തതായി നിങ്ങളോട് പറയാനുള്ളത് ട്രേഡിങ്ങിൻ്റെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കാൻഡിൽ സ്റ്റിക്സ്. എന്താണ് കാൻഡിൽ സ്റ്റിക്സ്? അതായത് നിങ്ങളൊരു ചാർട്ട് എടുക്കുമ്പോൾ പ്രധാനമായി കാണാൻ പറ്റുന്ന 2 തരത്തിലുള്ള കാൻഡിൽസ് ആണുള്ളത്. ഒന്ന് ബുള്ളിഷ് കാൻഡിൽ, 2 ബിയറിഷ് കാൻഡിൽ. ബുള്ളിഷ് എന്ന് പറയുന്നത് കുതിച്ചുയരുന്ന അല്ലെങ്കിൽ പ്രൈസ് മാർക്കറ്റിൽ പമ്പ് ആവുന്ന സമയത്ത് കാണാൻ പറ്റുന്ന ഒരു ക്യാൻഡിലാണ് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു റെഡ് ക്യാൻഡിലാണ്. മാർക്കറ്റ് താഴേക്ക് ഫോൾ ആകുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ക്യാൻഡിലാണ് ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ക്യാൻഡിലിൻ്റെ എല്ലാം പ്രത്യേകത ഞാൻ ഒരു ഇമേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ക്യാൻഡിലിൻ്റെ ബോഡി, ക്യാൻഡിലിൻ്റെ ഹൈ, ലോ, അപ്പർ ഷാഡോ, ലോവർ ഷാഡോ തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷൻ തുറന്നതിന് ശേഷം നിങ്ങൾ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ബോഡിയും ലോയും എല്ലാം ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ് കാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ കാൻഡിൽ സ്റ്റിക്സിൻ്റെ കളർ ഒരു മാറ്റർ അല്ല.
പക്ഷേ ഒരു ബുള്ളിഷ് ക്യാൻഡിലും ഒരു ബിയറിഷ് ക്യാൻഡിലും നമുക്ക് കളർ വെച്ച് തിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കും. ട്രേഡിങ്ങിന് കളർ മാറ്റർ അല്ല. അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ട്രേഡിംഗ് വളരെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി മാർക്കറ്റിൽ പ്രധാനമായും 3 ടൈപ്പിലുള്ള ട്രേഡേഴ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. 3 അല്ല, അതിൽ കൂടുതലുണ്ടെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഇൻട്രാഡേ ട്രേഡിംഗ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം ഓപ്പൺ ആകുമ്പോൾ ട്രേഡ് ഓപ്പൺ ആകുന്നു, ഒരു ദിവസം ക്ലോസ് ആവുന്നതിന് മുമ്പ് നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്യുന്നു. 2 എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ്. അതായത് ഒരു ദിവസത്തിൽ കൂടുതലോ ആഴ്ചകളോ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളെയാണ് സ്വിംഗ് ട്രേഡർ എന്ന് പറയുക. ലോങ് ടേം ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ആഴ്ചകളോ മാസങ്ങളോ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളെയാണ് ലോങ് ടേം ട്രേഡേഴ്സ് എന്ന് പറയുക. ഇനി സ്കാൽപ്പേഴ്സ് ഉണ്ട്. സ്കാൽപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സെക്കൻഡുകൾ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന വ്യക്തികളാണ് സ്കാൽപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. സ്വിംഗ് ട്രേഡിങ്ങും ലോങ് ടേമും അതുപോലെ തന്നെ സ്കാൽപ്പിംഗ് ഒക്കെ നമ്മുടെ അഡ്വാൻസ് ട്രേഡിംഗ് കോഴ്സിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അഡ്വാൻസ് ട്രേഡിംഗ് കോഴ്സ് ഈ ഒരു വീഡിയോ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി കോഴ്സ് ആ ഒരു കോഴ്സിനെ പറ്റി ഞാൻ കംപ്ലീറ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ഒരു കോഴ്സ് വെർത്താണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൻ്റെ അഡ്വാൻസ് കോഴ്സ് ചെയ്യുക. ഇനി SMC കീവേഡ്സ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ട്രേഡിംഗ് കീവേഡ്സ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അല്ലെങ്കിൽ എന്താണ് ഇംബാലൻസ് തുടങ്ങിയിട്ടുള്ള ഈ ടെക്നിക്കൽ ടേംസ് നമ്മളൊന്ന് യൂസ് ചെയ്ത് വെക്കുക, നോക്കി വെക്കുക. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന വേർഡ്സ് ആണ് ഈ വേർഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ബേസിക് കോഴ്സിൽ നമ്മൾ 2-3 കീവേഡ്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അഡ്വാൻസ് ലെവലിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കംപ്ലീറ്റ് വേർഡ്സും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമെന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഫസ്റ്റ് വീഡിയോ. വരുന്ന വീഡിയോകളിൽ, നെക്സ്റ്റ് വീഡിയോകളിൽ എന്താണ് ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടുത്ത എപ്പിസോഡ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.